ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ദാസനായ പത്രോസ് പ്രസ്താവിച്ചിട്ടുണ്ട്. നിഗളികൾക്ക് ലഭിക്കുന്ന ശക്തമായ മുന്നറിയിപ്പിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് വളരെ ശക്തമാണ്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ എല്ലാ കൃപകളും നിഗളിയായ ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം പിൻവലിക്കുക കൂടി ചെയ്യുന്നു. നമ്മിൽ നിഗളമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ പരിശോധിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും? ആളുകൾ നമ്മെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, നമ്മെ വേണ്ടത്ര അംഗീകരിക്കാതെയും ആദരിക്കാതെയും ഇരിക്കുമ്പോൾ, നമ്മെക്കാൾ ബഹുമാനം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമുക്ക് സഹിപ്പാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ടോ? ഉണ്ടെങ്കിൽ നിഗളത്തിൻ്റെ അംശം നമ്മിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. മാത്രമല്ല, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, ആകർഷകമായ വ്യക്തിത്വമുണ്ട്, ഗുണവിശേഷങ്ങളുണ്ട്, ബഹുവിധമായ കഴിവുകളുണ്ട്. എന്നാൽ മറ്റുള്ളവർ നമ്മെ വിലമതിക്കുന്നില്ല. അപ്പോൾ അവരുടെ പെരുമാറ്റം നമുക്ക് അസഹ്യമായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മിൽ നിഗളമുണ്ട്. ആരെങ്കിലും നമ്മെ കുറ്റപ്പെടുത്തുകയോ മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മെ താഴ്ത്തിക്കെട്ടുകയോ അപമാനിക്കുകയോ ചെയ്താൽ നമുക്ക് സഹിക്കുവാൻ പറ്റാത്ത മനോവിഷമമുണ്ടാകാറുണ്ടോ? നമുക്ക് ഒരു ലീഡർഷിപ്പ് ലഭിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള അവകാശം നമുക്കില്ലാതെ പോകുമ്പോൾ ഇതെല്ലാം നിഗളത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മിൽ നിഗളം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇങ്ങനത്തെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വേരുപിടിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനെ പിഴുതുമാറ്റുവാൻ നാം തയ്യാറാകേണ്ടത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പാണ്. സദൃശവാക്യം 16-ാം അധ്യായം 5-ാം വാക്യം. നാശത്തിന് മുമ്പ് ഗർവം, വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നത ഭാവം. അതും ശലോമോനാണ് പറഞ്ഞിരിക്കുന്നത്. അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ദൈവം ധാരാളം പകരം കൊടുക്കും. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായതെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മിലെല്ലാം നിഗളം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഒളിച്ചു വച്ചിരിക്കുന്ന വിഷം പോലെയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ ഭീഷണിയാണ് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗളം. അത് നമ്മിൽ മരണം കൊണ്ടുവരും. നമ്മെ നശിപ്പിക്കുവാൻ അതിന് കരുത്തുണ്ട്. അതുകൊണ്ട് നിഗളത്തെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിൽ നാം നിരന്തരം ആശ്രയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ മനസാക്ഷിയെ നാം എപ്പോഴും പരിശോധിച്ചുകൊണ്ട് നിഗളം ഏതെല്ലാം മേഖലകളിൽ നമുക്കുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് നാം പരിശോധിച്ച് അതിനെ നീക്കിക്കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് നമുക്ക് ഈ കാര്യത്തിൽ നൽകിയിട്ടുള്ളത്. ഒന്ന്, നാം ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. നമുക്കൊരു ബഹുമതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലുള്ള ഒരംഗീകാരം അത് ലഭ്യമാകേണ്ടതിന് വേണ്ടി നമ്മിലുള്ള നിഗളം എപ്പോഴും കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഒരു കാര്യം ആരെങ്കിലും നമുക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന് നാം ഒന്ന് സങ്കല്പിക്കുക. അപ്പോൾ നാം ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തണം. നമ്മുടെ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കണം. നമ്മുടെ സ്വഭാവത്തിലുള്ള കുറവുകൾ, വ്യക്തിത്വത്തിലുള്ള പോരായ്മകൾ, വിദ്യാഭ്യാസത്തിലും കഴിവുകളിലും ഉള്ള നമ്മുടെ കഴിവില്ലായ്മകൾ, വീണ്ടും വീണ്ടും നാം പാപത്തിൽ വീണുപോയത്, അങ്ങനെ പല തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടത് നാം സമ്മതിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ സമർപ്പിക്കണം. രണ്ടാമതായിട്ട് നാം യേശുക്രിസ്തുവിനെ മാതൃകയാക്കണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു തന്നെത്താൻ വിനയപ്പെടുത്തിയതുപോലെ, സ്വയം ശൂന്യനാക്കിയതുപോലെ, എളിമപ്പെടുത്തിയതുപോലെ നാമും വിനയം, താഴ്മ അഭ്യസിക്കണം എന്നാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത്. തന്നെത്താൻ ആരെല്ലാം താഴ്ത്തുന്നുണ്ടോ അവരെല്ലാം ദൈവം ഉയർത്തും, അവരെല്ലാം ദൈവത്താൽ ഉയർത്തപ്പെടും. സ്വമനസാലെ നമ്മെ തന്നെ വിനയപ്പെടുത്തുക, കർത്താവിൻ്റെ ആലോചന നമുക്ക്
അതാണ് ഇന്ന് ദൈവം തന്നിരിക്കുന്നത്. നമ്മെ എപ്പോഴും താഴ്മയുള്ളവരാക്കുവാൻ ഈ ചിന്ത എപ്പോഴും നമ്മളെ സഹായിക്കും. നിഗളത്തിൻ്റെ പാപകരമായ ആ പിടിയിൽ നിന്ന്, ആ ശക്തിയിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് നമുക്ക് ധൈര്യമാണ്. യേശുവിന് ഞാൻ താഴ്മയുള്ളവനാണെന്ന് ഉറപ്പിച്ചു പറയുവാൻ ധൈര്യമുണ്ടായിരുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകുന്നു എന്ന് യേശു പ്രസ്താവിച്ചു. സാക്ഷാൽ താഴ്മയുള്ള, വിനയമുള്ള, നിഗളമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതം എത്ര ശോഭയേറിയതായിരിക്കും, എത്ര ഉജ്ജ്വലമായിരിക്കും. കാൽവറിയിലേക്കുള്ള ആ കൈപ്പേറിയ യേശുവിൻ്റെ ജീവിതയാത്രയിൽ വാസ്തവത്തിൽ നാം യേശുവിൻ്റെ മഹത്വം, താഴ്മ, വിനയം അതൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്ന രംഗങ്ങളാണ്. താഴ്മയുള്ളവനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ താഴ്മ പഠിപ്പിക്കാതിരിക്കുമോ? തൻ്റെ തേജസ്സും മഹത്വവും ധരിക്കുവാൻ തൻ്റെ ശിഷ്യന്മാരെ എപ്പോഴും യേശു ഉപദേശിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തീർച്ചയായും ഈ തിന്മയുടെ മേൽ ജയം പ്രാപിക്കുന്ന ദൈവമക്കളായിട്ട് മാറുവാൻ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നിഗളിച്ചിട്ടാണ് പിശാചിന് ശിക്ഷാവിധി വന്നത്. നിഗളം നമ്മെ നരകത്തിലെത്തിക്കും. അതുകൊണ്ട് നമുക്ക് താഴ്മയുള്ളവരായി ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട താഴ്മ ഞങ്ങൾക്ക് തരണം. നിഗളത്തിൻ്റെ അംശം ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവം ഞങ്ങളെ കാത്തുകൊള്ളണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.